എല്ലാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളിതെല്ലാം കണ്ട് നമ്മളും അറിയാതെ അവരോടൊപ്പം ലയിച്ചു. അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് നമ്മളെ മനസ്സും പറന്നു. അവിടെയുള്ള ഒരാളോട് ചോദിച്ചു ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു തേങ്ങ എടുത്ത് ഉടച്ച പോലെ ചിന്നിച്ചിതറിപ്പോയി, പലരും പല സ്ഥലത്ത് പോയി, ജീവിച്ചിരിക്കുന്നവരുണ്ടോ മരിച്ചവരുണ്ടോ എന്ന് പോലും കറക്റ്റായിട്ട് അറിയില്ല. ചിലരൊക്കെ ഇവിടെ വന്ന് കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഇതിലെങ്ങോട്ട് പോയി? മേലോട്ട് പോയി. അവിടെ പോയി ഇതിൽ പാലം കടന്നു പോയി, പാലം നോക്കി നിന്നിട്ട് അടുത്ത് നോക്കിയിട്ട് പോയത് കൂട്ടോ കേട്ടോ. ശരി, എന്നാൽ നമ്മളെനിക്ക് വരുന്ന വിളിക്കാം കേട്ടോ. ഇവിടെ ലൈൻമാനായിരുന്നു എൻ്റെ. ഞാൻ ഇയാളെ കൊടുത്ത് വർക്ക് ചെയ്തു, 10 വർഷം വർക്ക് ചെയ്തു. ടൗണ് മൊത്തം പോയി തൽക്കാലം ഇങ്ങനെ വണ്ടി കൊണ്ടിട്ട് നാട്ടുകാർ കോഴിക്കോട്ടുകാർ 10-150 വന്നിട്ട് അവരൊന്ന് നന്നാക്കി കൊടുത്താൽ അവരെ സ്വന്തം പൈസ കൊണ്ട് ഈ ടൗണൊക്കെ മൊത്തം മാറ്റിയതാണ്. മണ്ണ് മാറ്റിയത് പോലെ ഇതൊരു തുണിഷാപ്പാണ്. ഇതാണ് ഒരുപാട് പ്രശസ്തി ആർജിച്ച സ്കൂളിലേക്കുള്ള എൻട്രൻസ് ചൂരൽമലയിൽ. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു മസ്ജിദും കാണാം. നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെയാണ് അവരുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഈ ചൂരൽമലക്കാരുടെയും മുണ്ടക്കയക്കാരുടെയൊക്കെ വളരെ മനുഷ്യത്വപരമായിട്ട് വളരെ അടുപ്പത്തോടു കൂടി പെരുമാറുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളവർ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കാരണം അതിന് ഉദാഹരണമാണ് അവരുടെ വീടുകൾക്കിടയിലുള്ള വേലിയും മതിലൊന്നും അത്ര ഇതുണ്ടാവില്ല എന്നാണ്. വേലിക്കെട്ടും മതിൽക്കെട്ടൊക്കെ വളരെ കുറവായിരിക്കും. കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ഏരിയയാണ് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങളങ്ങോട്ട് കടത്തി വിട്ടില്ല. അതൊന്നാകെ ഒലിച്ചാണ് വന്നത്. ഒരുപാട് ആളുകളുടെ ജീവനും അവശേഷിപ്പുകളെല്ലാം ഈ മണ്ണിനടിയിലുണ്ടാവും. അതുപോലെ തന്നെ ഓരോ വീടും എത്ര ആഗ്രഹിച്ചുണ്ടാക്കിയ വീടായിരിക്കും, എത്ര കഷ്ടപ്പെട്ടിട്ട് അതെല്ലാം പോയി. ഒരുപാട് വേദനകളും വ്യസനങ്ങളും എല്ലാം ഈ അന്തരീക്ഷത്തിൽ സത്യമാണ് തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളും അതിനോടൊപ്പം ചേരുകയാണ്. കാരണം എന്താ പറയുക, ഞങ്ങളും ടൂറ് വന്നതാണ് സത്യം പറഞ്ഞാൽ. ഇടയിലാണ് ഇങ്ങോട്ട് വരണം എന്ന് തോന്നിയത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആകെ ഒരു മൂകത, മനസ്സിനൊന്നും ഒരു തീരെ സുഖമില്ലാത്ത പോലെയായിരുന്നു. ഇവിടെ ചളി കയറിയിട്ടുണ്ടായിരുന്നു. ചളി കയറി ഇതിന്റെ ബാക്കിലൊക്കെ വീടാണ്. ഞാൻ പറഞ്ഞു ഇതിന്റെ ബാക്ക് കംപ്ലീറ്റ് ഇവിടെ വേണ്ട. ഇതൊക്കെ നല്ല ഇത് മലഞ്ചരക്കിന്റെ ഒരു കടയാണ്. അത് റേഷൻ കടയാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലമാണ്.